ആകാശയുദ്ധങ്ങളുടെ ഭാവി ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതായത് എഐയുടെ കൈകളിലാണെന്ന് പറഞ്ഞാലോ? അതെ, ഇനിയൊരു യുദ്ധമുണ്ടായാൽ പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനങ്ങളായിരിക്കും ആകാശത്ത് അടിക്ക് തിരിച്ചടി നൽകുകയെന്ന് തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ വ്യോമസേന. അവരുടെ അത്യാധുനിക AI ഡ്രോൺ YFQ-44A ഫ്യൂരി ആകാശത്തു നിന്ന് ലൈവ് മിസൈൽ വിക്ഷേപിച്ച് ലക്ഷ്യം കൃത്യമായി തകർത്തിരിക്കുകയാണ്. കാലിഫോർണിയയിലെ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിന് കീഴിലുള്ള മൊജാവെ മരുഭൂമിക്ക് മുകളിലെ അതീവ രഹസ്യമായ വ്യോമ അതിർത്തിയിലായിരുന്നു ഈ ലൈവ് ഫയർ ടെസ്റ്റ് നടന്നത്. US കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഡ്രോൺ തത്സമയം മിസൈൽ തൊടുക്കുന്നത് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യവും. അമേരിക്കയുടെ ചരിത്രപരമായ ഈ പരീക്ഷണം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. പ്രശസ്ത പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനിയായ ആൻഡുറിൽ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഫ്യൂരി ഡ്രോണാണ് ഈ പരീക്ഷണത്തിന് പിന്നിൽ. ഒരു ഡിജിറ്റൽ അഥവാ സിമുലേറ്റഡ് ലക്ഷ്യത്തെ തകർക്കാനായി AIM-120 അംറാം എന്ന മാരക അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഫ്യൂരി ഡ്രോൺ വിക്ഷേപിച്ചത്. വിമാനത്തിന്റെ ചിറകുകളിൽ ഘടിപ്പിച്ചിരുന്ന ഹാർഡ് പോയിന്റുകളിലാണ് മിസൈൽ ഇവയെ വഹിക്കുക. ആൻഡുറിലിന്റെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ലാറ്റിസ് എന്ന സൂപ്പർ സോഫ്റ്റ്വെയറാണ് ഈ ഡ്രോണിന്റെ തലച്ചോറ്. ശത്രുവിന്റെ ലൊക്കേഷനും വേഗതയും നിമിഷ നേരം കൊണ്ട് വിശകലനം ചെയ്ത് ലോജിസ്റ്റിക് പ്ലാൻ ചെയ്ത് മിസൈൽ കൃത്യമായി ലോഞ്ച് ചെയ്തത് ഈ AI സിസ്റ്റമാണ്. AI സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലും വിനാശകരമായ ആയുധം പ്രയോഗിക്കാനുള്ള അന്തിമ അനുമതി ഒരു മനുഷ്യ ഓപ്പറേറ്റർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവിടെ പറ്റില്ല എന്നത് തന്നെയാണ് കാര്യം. ഈ വർഷം ആദ്യം ആരംഭിച്ച അതീവ ശ്രദ്ധയോടെയുള്ള ഘട്ടങ്ങളായുള്ള പരീക്ഷണമാണ് ഇപ്പോൾ വിജയക്കൊടി പാറിച്ചത്. ആദ്യഘട്ടത്തിൽ മിസൈലുകൾ ഘടിപ്പിച്ച് വിമാനം സുഗമമായി പറക്കുമോ എന്ന് പരിശോധിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫ്ലൈറ്റുകളും ഡ്രോൺ ഓപ്പറേറ്റർമാരുടെ കമാൻഡുകൾ കൃത്യമായി അനുസരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഡേറ്റ ലിങ്ക് പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. മുന്നണി പോരാട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഡ്രോണുകളെ കൂടി പങ്കാളിയാക്കാൻ US ലക്ഷ്യമിടുന്ന വ്യോമസേനയുടെ കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഫ്യൂരി ഡ്രോൺ ഒരുക്കിയത്. ഭാവിയിൽ മനുഷ്യൻ പറത്തുന്ന യുദ്ധവിമാനങ്ങൾക്ക് അകമ്പടിയായി അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ജനറൽ അറ്റോമിക്സിന്റെ YFQ-42A ഡാർക്ക് മെർലിൻ എന്ന ഡിസൈനും ഉൽപാദനത്തിനായി US ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡാർക്ക് മെർലിൻ ഇതുവരെ ലൈവ് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും ഈ വർഷം അവസാനത്തോടെ അത് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു യുദ്ധമുണ്ടായാൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള യുദ്ധവിമാനങ്ങളോ പൈലറ്റുമാരുടെ ജീവനോ അപകടത്തിലാക്കേണ്ടി വരില്ല എന്നതാണ് ഇതിലൂടെയെല്ലാം രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ശത്രുവിന്റെ റഡാറുകളെയും മിസൈലുകളെയും കബളിപ്പിച്ച് യുദ്ധവിമാനങ്ങളുടെ കണ്ണും കാതുമായി പ്രവർത്തിക്കാൻ ഈ AI ഡ്രോണുകൾക്ക് കഴിയും. ചുരുക്കത്തിൽ ലോക വ്യോമ അതിർത്തികളിൽ അമേരിക്കയുടെ പോരാട്ടവീര്യം ഇരട്ടിയാക്കുന്ന യുദ്ധരംഗത്തെ അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചറാണിതെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതേസമയം ഇറാനുമായുള്ള യുദ്ധം ഇവിടെ എല്ലാം നിർണായകമായി തന്നെ നിൽക്കുന്നുണ്ട്. യുദ്ധം കനക്കുന്നതിനിടയിൽ അമേരിക്കയുടെ ദേശീയ പ്രതിരോധം ശക്തമാക്കുന്നതിനൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത വർഷത്തെ US സൈനിക ബജറ്റ് റെക്കോർഡ് തുകയായ $1.5 ട്രില്യൺ ഏകദേശം 125 ലക്ഷം കോടിയിലധികം രൂപയായി ഉയർത്തുമെന്ന നിർണായക പ്രഖ്യാപനവും ട്രംപ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഭരണകൂടം സൈന്യത്തിനായി ചെലവഴിക്കുന്ന $1 ട്രില്യൺ എന്ന റെക്കോർഡ് തുക അടുത്ത വർഷം 1.5 ട്രില്യനായി ഉയർത്താൻ വാസ് സെക്രട്ടറിയോട് ട്രംപ് ആവശ്യപ്പെട്ടു. നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധികളെ നേരിടാൻ അമേരിക്കയ്ക്ക് ഈ ഭീമമായ സൈനിക നിക്ഷേപം അനിവാര്യമാണെന്നാണ് ട്രംപ് പറയുന്നത്. അതിനിടയിൽ ഈ പുത്തൻ പരീക്ഷണം എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്.